നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ആഫ്രിക്കൻ ഡിഷാണ് ഷക്ഷൂക്ക. ഓക്കെ, ഷക്ഷൂക്ക എന്ന് പറയാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെയ്തു വരുമ്പോൾ അത്രയും രസം ഉണ്ടോയെന്ന് നമുക്ക് ചെയ്ത് തന്നെ നോക്കാം. ഓക്കെ, അപ്പം ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിൽ നമുക്ക് 1 ടീസ്പൂൺ ജീര ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നല്ലോണം ചോപ്പ് ചെയ്ത് വെച്ച ഒരു വൈറ്റ് ഓണിയൻ ഇട്ട് കൊടുക്കുകയാണേ. ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണേ. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണേ. സവാള നമ്മൾ ഒത്തിരി ഫ്രൈ ചെയ്തെടുക്കണ്ട. ഒരു മീഡിയം ഫ്രൈ, ഒരു ഗോൾഡൻ ഷെയ്ഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന റെഡ് ബെൽ പെപ്പർ ഇട്ട് കൊടുക്കുവാണേ. ഇത് ഒരു റെഡ് ബെൽ പെപ്പർ ഞാൻ കുനുവിന അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിന് തൊട്ട് പുറമെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഹാലപ്പിനോസ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് ഹാലപ്പിനോസ് അരിഞ്ഞു ഇട്ടിട്ടുണ്ട്. എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഇനി ഇതിന് പുറമെ നമ്മളിത് ടൊമാറ്റോയുടെ പ്യൂരി ഇല്ലേ, അതോ ക്രഷ് ടൊമാറ്റോസ്, അതിൻ്റെ ഒരു ക്യാൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാവേ. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. പിന്നെ ഇത് കണ്ടോ, ഇത് പപ്രിക്ക പൗഡറാണ്. ഇത് നമുക്ക് 1 ടീസ്പൂൺ ഇടാം. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇത് ഇടണ്ട, സാരില്ല. 1 ടീസ്പൂൺ ഡ്രൈ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര. ഇനി നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്യാം. നമുക്കിത് കുറച്ച് നേരം കൂടെ വേവിച്ചെടുക്കാം. ഡ്രൈ ആയി വരുന്നുണ്ട് ഗ്രേവി. ഇപ്പം നമ്മുടെ ഗ്രേവി ഒരു 10 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല അത്യാവശ്യം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ എന്നാ ചെയ്യുക വെച്ചാൽ നമ്മളിതിലേക്ക് മുട്ട പൊട്ടിച്ച് ഇടാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കുക, 4 സ്പേസ് ഉണ്ടാക്കുക. ഞാനിപ്പോൾ 4 മുട്ടയാണ് ഇതിലേക്ക് പൊട്ടിച്ചിടാൻ പോകുന്നത്. അപ്പോൾ സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുട്ട ഇടുമ്പോൾ പൊതുവേ പൊട്ടരുതെന്നൊക്കെയാണ് പറയുന്നത്. നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ചിട്ടു, എന്നിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമ്മൾ ഇത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കണം. എന്നിട്ട് മുട്ട ഏകദേശം വെന്ത് വരുന്നവരെ നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ് ഫോർ 10 മിനിറ്റ്സ്. അപ്പോൾ നമ്മളിത് 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ മുട്ടയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പുറത്ത്, മുട്ടയുടെ പുറത്ത് മാത്രം ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് പെപ്പർ ഇടുവാണ്. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇപ്പം ഞാൻ ചുമ്മാ കുറച്ച് പാർസ്ലി ലീവ്സ് വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കൊറിയാണ്ടർ ലീവ്സ് ഉണ്ടെങ്കിൽ അത് വേണേലും ഉപയോഗിക്കാം. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഒരു ക്രസ്റ്റി ആയിട്ടുള്ള ബ്രെഡിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നതാണ് നല്ലത്. ബിക്കോസ് അത് നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു പോർഷൻ എഗ്ഗ് എടുക്കുക.
ഹോൾ വീറ്റ് ക്രസ്റ്റി ആയിട്ടുള്ള ബ്രെഡിൻ്റെ കൂടെ ഞാനിത് കഴിച്ചു നോക്കി. നല്ല സ്വാദുണ്ട്. നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കമൻസ് തന്നെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.